ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് സമയങ്ങൾ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. കുറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. അപ്പോൾ ശരി, എന്തായാലും എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ മോനെ ട്യൂഷന് കൊണ്ടുവിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ അതൊന്നും എനിക്ക് ഈ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, ടൈം കറക്റ്റ് ആവാത്തതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മോൻ്റെ അടുത്തൊന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലാണ്. കറക്റ്റായിട്ട് എൻ്റെ ഡെയിലി റൂട്ടീൻസ് ഒന്നും കറക്റ്റല്ല. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതുനഗരം ജംഗ്ഷൻ എത്തി. ഇനി എനിക്ക് തത്തമംഗലത്ത് പോയിട്ട് അവിടെ അമ്മക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ സഹായിച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് പാർലറിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ട്യൂഷൻ്റെ അവിടെ എത്തി. അപ്പോൾ അവനെ ട്യൂഷന് വിട്ടിട്ട് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കുക. കാരണം വീട്ടിലത്തെ പച്ചക്കറികളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മ ഇല്ല. അപ്പോൾ മൊത്തത്തിൽ കേടുവന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് കംപ്ലീറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ശരി കംപ്ലീറ്റ് പച്ചക്കറികൾ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അപ്പോൾ വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. എൻ്റെ വണ്ടി പിന്നെ അറിയാലോ, എപ്പോഴും ഒരു ടെമ്പോൻ്റെ പവറാണ് എൻ്റെ വണ്ടിക്ക്. എന്തൊക്കെ കുത്തിക്കയറ്റാൻ പറ്റുമോ അതൊക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ കുത്തിക്കയറ്റും, അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടെത്തി. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. ഇനി അതെല്ലാം ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം സെറ്റാക്കി വെക്കണം. അപ്പോൾ അനിയൻ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അനിയൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ വീട്ടിലോട്ട് പോയത്. അമ്മ വേണ്ട, ഫുൾ കിടപ്പിലാണ് ആൾ. അനിയനില്ലാത്ത ദിവസങ്ങളിൽ ഞാനിവിടെ ഇരിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അല്ലാതെ അമ്മനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് ടാസ്ക് ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമ്മക്ക് പെട്ടെന്ന് സുഖമാവട്ടെ. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവച്ചു. ഇനി എനിക്ക് ഇവിടെ കുറച്ച് പണികളുണ്ട്. അപ്പം അതിനിടയ്ക്ക് കാലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച ആൾ കണ്ടില്ലേ, മറച്ച് വെക്കുകയാണ്. അപ്പം ഞാൻ പണികൾ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാർലറിലോട്ട് പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ പിന്നെ അടുപ്പിൽ ഇരുന്ന് ചെയ്യണത് കൊണ്ട് അടുപ്പിൽ ചോറൊക്കെ വെച്ചു. ഞാൻ പിന്നെ കറി ഉണ്ടാക്കി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പാർലറിലോട്ട് വന്നു. പാർലറിലോട്ട് ഞാൻ വന്നിട്ട് ശരിക്കും ഒരാഴ്ച ആവാറായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോക്കും പിന്നെ അനിയത്തിൻ്റെ അവിടെ ആയിരുന്നു അമ്മ. അപ്പോൾ അവിടെ പോവലും വരലും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ കുറേ ആയി ഞാൻ ഹെന്ന ഇടണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എത്തിയതും തന്നെ ആദ്യം ഞാൻ ഹെന്ന ഇടിപ്പിച്ചു. വയസ്സും പ്രായമൊക്കെ ആയതുകൊണ്ടേ മുടി ചെറുതായിട്ടൊന്ന് നരച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹെന്നയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ഫോൺ നോക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ഇരുന്നു. അത് കഴിഞ്ഞ് ഹെന്നയൊക്കെ വാഷ് ചെയ്ത് പിന്നെ ഒരാൾ വാഷ് ചെയ്ത് തരുമ്പോൾ പിന്നെ നമുക്ക് നല്ല സുഖമാണല്ലോ, മിണ്ടാതെ കിടന്നു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ വാഷിങ്ങൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഡ്രൈ ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഫ്രണ്ടിൽ മുടിയൊക്കെ ചെറുതായിട്ട് നരയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴല്ല കേട്ടോ, 25ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് നര. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പിന്നെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്നു. പിന്നെ ഫുള്ള് ബിസിയായിരുന്നു കസ്റ്റമേഴ്സിൻ്റെ. ഇതിനിടയ്ക്ക് വീണ്ടും കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരക്കാവുമ്പോൾ പിന്നെ നമുക്ക് ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാനും അതിനൊന്നും ടൈം കിട്ടില്ല. ഇത് ജസ്റ്റ് സ്റ്റാഫ് ഇത്രയൊന്ന് ഫ്രീ ആയിട്ട് നിന്നപ്പോൾ സ്റ്റാഫിനോട് എടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ കുട്ടി എടുത്തതാണിത്.
പിന്നെ ഇത് കഴിഞ്ഞിട്ടും എനിക്ക് ഫേഷ്യൽ, ഹെയർ കട്ട്, ത്രെഡിങ്, പിന്നെന്തായിരുന്നു ഹെന്ന, അങ്ങനെ ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയതും മോനെ കൊണ്ട് വന്നതും, അതായത് തത്തമംഗലത്തു നിന്ന് മോനെയും കൊണ്ട് കരിപ്പോട്ടിലേക്ക് വന്നതും അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇത് സ്റ്റാഫ് ചെയ്യുന്നതാണ് വർക്ക്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അതും കൂടെ എടുത്തു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.